നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. തോൽവി ഉറപ്പിച്ച UDF ജില്ലയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതായി LDF നേതാക്കൾ. കാഞ്ഞങ്ങാട് നഗരത്തിലെ പാർശ്വ റോഡുകളിൽ മാലിന്യ നിക്ഷേപം പെരുകി. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ മാർഗങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമായി. കാഞ്ഞങ്ങാട് നഗരത്തിലെ മാലിന്യം നീക്കേണ്ട ട്രാക്ടറിന് മതിൽക്കെട്ടിനകത്ത് സുഖവാസം. തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും നടപടിയില്ലെന്ന് ആക്ഷേപം. മഞ്ചേശ്വരം ബോൾനാടുകുട്ടു മണറായ ദേവസ്ഥാനത്ത് വൻ കവർച്ച. നഷ്ടമായത് ലക്ഷക്കണക്കിന് സ്വർണ്ണാഭരണങ്ങൾ. നഗരത്തിലെ തണൽ മരങ്ങൾ നശിപ്പിച്ചവർക്കെതിരെ പ്രതിഷേധം. ഗാന്ധി പീസ് പാർക്കിൽ ചിത്രകാരന്മാരുടെ പ്രതിഷേധ കൂട്ടായ്മ. അർബുദരോഗ ചികിത്സയിൽ കഴിയുന്ന രാധയ്ക്ക് ചികിത്സാ സഹായവുമായി മേലാങ്കോട്ട് ഗുളികൻ ദേവസ്ഥാനം ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ഇവർ ജനാധിപത്യത്തിന്റെ കാവൽക്കാർ. വോട്ടെണ്ണൽ നടക്കുന്ന ഗവൺമെന്റ് കോളേജിൽ ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 14ാം കേരള നിയമസഭയിലേക്ക് മെയ് 16 തിങ്കളാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 19 വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഇവിടെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം മഞ്ചേശ്വരം, ഉദുമ, കാസർഗോഡ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് നടക്കുക. ഈ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ പാണ്ഡുരംഗ ചൌട്ടെ സന്ദർശിച്ചു. ഇവിടുത്തെ ക്രമീകരണങ്ങളെക്കുറിച്ച് അദ്ദേഹം മണ്ഡല വരണാധികാരികളുമായി ചർച്ച നടത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണി മുതൽ തപാൽ വോട്ടുകൾ എണ്ണി തുടക്കും. ഒരു സൂപ്പർവൈസർ, 2 അസിസ്റ്റന്റുമാർ എന്നിവർ ഓരോ ടേബിളിലും ഉണ്ടാകും. അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകും. ഗവൺമെന്റ് കോളേജിലെ വോട്ടിംഗ് കേന്ദ്രത്തിൽ കേന്ദ്രസേനയും കർണാടക പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. തോൽവി ഭയന്ന് UDF ജില്ലയിലുടനീളം അക്രമം അഴിച്ചുവിട്ടതായി LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അക്രമങ്ങളെക്കുറിച്ചും കള്ളവോട്ടിനെക്കുറിച്ചും പറയുന്ന BJP UDF നേതാക്കളുടെ അറിവോടെയാണ് അക്രമം നടത്തിയതെന്നും നേതാക്കൾ. CPI ജില്ലാ സെക്രട്ടറി അംഗവും മുൻ MLAയും ഉദുമ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയുമായ KV കുഞ്ഞിരാമനെ തെക്കിൽ പറമ്പിൽ GUP സ്കൂൾ പരിസരത്ത് എത്തിയപ്പോഴാണ് പോളിംഗ് അവസാനിക്കാറായ സമയത്ത് കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചത്. അദ്ദേഹം സഞ്ചരിച്ച K കുഞ്ഞിരാമൻ MLAയുടെ ജീപ്പും അതിലുണ്ടായിരുന്ന മറ്റു LDF പ്രവർത്തകരെയും ആക്രമിച്ചു. മഞ്ചേശ്വരം ഉപ്പള സ്കൂളിലെ ബൂത്തിനു മുന്നിൽ രാവിലെ സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പുവിനെയും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന PB അഹമ്മദിനെയും ബൂത്ത് സന്ദർശനത്തിനിടയിൽ കയ്യേറ്റത്തിന് ശ്രമിച്ചു. ഉച്ചയ്ക്ക് ശേഷം അതേ സ്ഥലത്ത് വെച്ച് PB അഹമ്മദിന്റെ കാർ അടിച്ചു തകർത്തു. വോട്ടെടുപ്പ് ദിനത്തിൽ പല സ്ഥലത്തും UDFും BJPയും അക്രമവും കള്ളവോട്ടും നടത്തി തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാൻ ശ്രമിച്ചത് അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകോപനം ഉണ്ടാക്കാൻ UDF BJPക്കാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകരുടെ സംയമനം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ജില്ലയിലുടനീളം മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി അക്രമം സംഘടിപ്പിക്കുന്ന സ്ഥിതി പ്രധാനമായും UDFനെ സംബന്ധിച്ചുണ്ടായി. ചില സ്ഥലത്ത് UDFനോടൊപ്പം BJPയും ഉണ്ടായി. അപ്പോൾ ഇതിൽ ശക്തമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. അത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് ഇനിയും അന്വേഷണം നടത്തി ഉണ്ടാകണമെന്നാണ് പൊതുവിൽ LDFനെ സംബന്ധിച്ച് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ P കരുണാകരൻ MP, LDF ജില്ലാ കൺവീനർ P രാഘവൻ, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, സ്ഥാനാർത്ഥികളായ ഡോക്ടർ AA അമീൻ,
അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. നഗരപാർശ്വങ്ങൾ മാലിന്യത്താൽ നിറഞ്ഞു. അധികൃതർ കാട്ടുന്നത് കുറ്റകരമായ മൗനം. പകർച്ചപ്പനികൾ പടർത്തുന്ന കൊതുകിന്റെ ഉറവിടം നശീകരിക്കാൻ ഇറങ്ങുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സുന്ദര നഗരം സൃഷ്ടിക്കാൻ ഇറങ്ങുന്ന ഭരണാധികാരികളും കാണണം കാഞ്ഞങ്ങാട് നഗരത്തിലെ പാർശ്വങ്ങളിലെ റോഡുകളിലെ മനോഹരമായ ഇത്തരം കാഴ്ചകൾ. നഗര ശുചീകരണത്തിന്റെ ഭാഗമായി വ്യാപാരികളും ഒപ്പം മാലിന്യം വലിച്ചെറിയുന്ന കുടുംബങ്ങളും കാട്ടുന്ന മാലിന്യ നിക്ഷേപത്തിന്റെ അറപ്പുളവാക്കുന്ന ദൃശ്യങ്ങൾ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള റോഡിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. അറവ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമെല്ലാം ഇത്തരത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. സമീപത്ത് സ്വകാര്യ ആശുപത്രി ഉണ്ടായിട്ടും മാലിന്യ നിക്ഷേപത്തിന് അത് തടസ്സമായിട്ടില്ല. സമീപഭാവിയിൽ നഗരത്തിൽ പകർച്ചപ്പനി പടർന്നാൽ മുഖ്യ കാരണം ഇത്തരം മാലിന്യ നിക്ഷേപം തന്നെയാവും. മാലിന്യ നിക്ഷേപത്തിന് ശാസ്ത്രീയ മാർഗങ്ങൾ ഒരുക്കാൻ ഇതുവരെയും നടപടിയായിട്ടില്ല. നഗരപാർശ്വങ്ങളിലെ വിവിധ റോഡുകളോട് ചേർന്നെല്ലാം മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്. നോർത്ത് കോട്ടശ്ശേരി വെള്ളായിപ്പാലം റോഡ്, നോർത്ത് കോട്ടശ്ശേരി കുന്നുമൽ റോഡ് തുടങ്ങിയ റോഡുകളിലെല്ലാം മാലിന്യ നിക്ഷേപം തള്ളിയ നിലയിലാണ്. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കണമെന്ന് പൊതുപ്രവർത്തകൻ ഗോപി കോട്ടശ്ശേരി പറഞ്ഞു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അരിമല ക്ലിനിക്കിൻ്റെ മുൻവശത്ത് വർഷങ്ങളോളമായി മാലിന്യങ്ങൾ ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ്. പട്ടണത്തിലെ മുഴുവൻ മാലിന്യങ്ങളിപ്പോൾ കൂട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. പട്ടണത്തിലെ കോഴി കച്ചവടക്കാരൻ്റെ വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റുകൾ, എന്തിനധികം ബാർബർ ഷാപ്പിലെ വേസ്റ്റ് പോലും ഇന്നിവിടെ ചാക്കിലും പ്ലാസ്റ്റിക് കൂടുതലാക്കി ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ മഴ വരികയാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇത് മുനിസിപ്പാലിറ്റി അധികൃതർക്കോ അല്ലെങ്കിൽ മറ്റ് അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും പെടാതിരിക്കാൻ യാതൊരുവിധ അവസരവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും പൊതുപ്രവർത്തകരും കൂട്ടായി തീരുമാനിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമാക്കാൻ അധികൃതർ മുന്നോട്ട് വന്നില്ലെങ്കിൽ നഗരം നേരിടുന്നത് പകർച്ചവ്യാധികളുടെ പ്രവാഹത്തെയായിരിക്കും. ക്യാമറമാൻ ദിനേശിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. നഗരസഭയുടെ മാലിന്യം നീക്കുന്ന വണ്ടിക്ക് മതിൽക്കെട്ടിനകത്ത് സുഖവാസം. ഫയർ സർവീസിന്റെ പുതിയ കെട്ടിടം വന്നതോടെയാണ് നഗരസഭയുടെ ട്രാക്ടർ മതിൽക്കെട്ടിൽ അകപ്പെട്ടത്. എല്ലാ കാലത്തും എപ്പോഴും കാഞ്ഞങ്ങാട് നഗരത്തിന്റെ വലിയ പ്രശ്നം മാലിന്യ സംസ്കരണം തന്നെയായിരുന്നു. ചർച്ചകളും സമരങ്ങളും ഒട്ടേറെ നടത്തിയിട്ടും മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വത നടപടിയായിട്ടില്ല. 2 വർഷം മുമ്പ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ മാലിന്യം നീക്കുന്ന വണ്ടി മതിൽക്കെട്ടിനകത്ത് അകപ്പെട്ടിട്ടും പുറത്തെടുക്കാനോ നന്നാക്കാനോ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. ഫയർഫോഴ്സിന് പുതിയ കോട്ടയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചപ്പോഴാണ് കെട്ടിടത്തിന് പിറകിലെ പാർക്കിംഗ് ഷെഡിൽ കയറ്റിവെച്ച ട്രാക്ടർ മതിൽക്കെട്ടിനകത്ത് അകപ്പെട്ടുപോയത്. വിഷയം നഗരസഭാ അധികൃതരെ അറിയിച്ചെങ്കിലും പരിഹാര നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ട്രാക്ടർ തുടുമ്പെടുത്തു പോകുമ്പോഴും ലേലം ചെയ്യാനും അധികൃതർ തയ്യാറായിട്ടില്ല. പുതിയ ഭരണസമിതി എത്തിയിട്ടും ട്രാക്ടറിനെ പുറത്തെടുക്കാൻ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല. പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിയ വാഹനം തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും ആരും ഇത് കണ്ടതായി ഭാവിക്കുന്നതേയില്ല. ഷെഡിന് പിറകുവശത്തെ മതിൽ പൊളിച്ചാൽ മാത്രമേ ഈ പാർക്കിംഗ് ഷെഡ് ഇനി പ്രയോജനപ്പെടുത്താനാവുകയുള്ളൂ. ക്യാമറമാൻ ജയരാജനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. വികസനങ്ങളുടെ പേരിൽ കാഞ്ഞങ്ങാട് നഗരത്തിലെ തണൽ മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. കാഞ്ഞങ്ങാട് ഗാന്ധി പീസ് പാർക്കിൽ ചിത്രകാരന്മാരുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ആസൂത്രണ ബോധമില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഇതിന്റെ പേരിൽ തണൽ മരങ്ങൾ ഒന്നടങ്കം നശിപ്പിക്കുകയാണെന്നും ആരോപിച്ചാണ് ചിത്രകാരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് ചിത്രകലാ വിദ്യാർത്ഥികൾ പ്രതിഷേധം അറിയിച്ചത്. കവയിത്രി CP ശുഭ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഈ കാഞ്ഞങ്ങാടിന്റെ പച്ചപ്പ് സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെ പച്ചപ്പ് സൂക്ഷിക്കും, കുടിവെള്ളം വിതരണവും ചെയ്യുന്ന ഒരു നിഷ്കാമ കർമ്മയോഗിയായ വിജയേട്ടനോടും ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഹൃദയം തുറന്ന നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ചിത്രകാരന് തന്നെയാണ് ഏറ്റവും ശക്തമായിട്ട് പുറത്തു നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കാനാവുന്നത് തീർച്ചയായിട്ടും ഒരു ചിത്രകാരനാണ്. കാരണം 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം. വളരെ തീക്ഷ്ണമായ വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം എന്ന് വിശ്വസിക്കുന്നു. സാധാരണ കവിത എഴുത്തോ കഥ എഴുത്തോ പോലെയൊന്നല്ല ചിത്രം എഴുത്ത് എന്നായിരുന്നു ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് ചിത്രം വരയിലേക്ക്, രചനയിലേക്കൊക്കെ വന്നത്. ആദ്യം ചിത്രം എഴുത്ത് എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. EB കാഞ്ഞങ്ങാട് അധ്യക്ഷനായി. ചിത്രലേഖ അശോകൻ, ആകാശ് കൃഷ്ണൻ, അക്ഷയ് പ്രണവ്, ശ്രീലക്ഷ്മി, ഷാജി നീലേശ്വരം, KK വിജയൻ, സുബൈദ നീലേശ്വരം തുടങ്ങിയവർ സംബന്ധിച്ചു. ഈശ്വരസേവയും മാനവസേവയും ഒന്നെന്ന് തെളിയിക്കുകയാണ് മേലാങ്കോട്ട് ഗുളികൻ ദേവസ്ഥാനത്തെ ഭാരവാഹികൾ. കളിയാട്ടത്തിന്റെ ഭാഗമായി ലഭിച്ച മുഴുവൻ തുകയും അതിയാമ്പൂരിലെ അർബുദരോഗ ചികിത്സയിൽ കഴിയുന്ന രാധയുടെ ചികിത്സാ ചെലവിലേക്ക് നൽകി മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവർ.
മേലാങ്കോട്ടെ ഗുളികൻ ദേവസ്ഥാനത്തെ കളിയാട്ടത്തിൽ ലഭിച്ച മുഴുവൻ തുകയും അർബുദരോഗ ചികിത്സയിൽ കഴിയുന്ന അതിയാമ്പൂരിലെ രാധയുടെ ചികിത്സാ ചെലവിലേക്ക് നൽകി മാതൃകാപരമായ പ്രവർത്തനമാണ് ദേവസ്ഥാന ഭാരവാഹികൾ നടത്തിയത്. വിശ്വാസികൾ ദേവസ്ഥാനത്തിലേക്ക് നൽകിയ തുക ജീവകാരുണ്യ പ്രവർത്തനത്തിനായാണ് ഇവർ നീക്കിവെച്ചത്. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ ബല്ലാ ബാബു ദേവസ്ഥാന ഭാരവാഹികളിൽ നിന്നും സഹായധനം ഏറ്റുവാങ്ങി. രാധ എന്ന സഹോദരിയെ സഹായിക്കുന്നതിന് വേണ്ടി മേലാങ്കോട്ട് ഗുരുകൻ ദേവസ്ഥാനത്തിൻ്റെ വകയായി ഒരു കൂട്ടായ്മയിലൂടെ സംഘടിപ്പിച്ച തുകയാണ് ഇന്ന് കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തകരെയും രാധാ ചികിത്സാ സഹായത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ വരുന്നുണ്ട്. ഇത് ഗുരുകൻ ദേവസ്ഥാനത്തിൻ്റെ വകയായിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും രാധാ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രഭാകരൻ, ഇ വി അനിൽകുമാർ, രതീഷ്, രവി, സുനിൽകുമാർ, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് 13ാം വാർഷികാഘോഷം ബുധനാഴ്ച നടക്കും. കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും എന്നും മാതൃകയായ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 13ാം വാർഷികാഘോഷം 18-ന് നടക്കും. വാർഷികാഘോഷം ബുധനാഴ്ച രാവിലെ 9:30-ന് തുടങ്ങും. പി കരുണാകരൻ MP ഉച്ചയ്ക്ക് 2:30-ന് നടക്കുന്ന വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന വിളംബര ഘോഷയാത്രയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. മഴക്കാലം അടുത്തതോടെ വിപണിയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളുടെ വിൽപ്പന കൂടി. മഴയ്ക്ക് മുമ്പേ മുന്നൊരുക്കം നടത്താനായി പ്ലാസ്റ്റിക് ഷീറ്റുകൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് ഓരോരുത്തരും. കാലവർഷം തുടങ്ങാറായതോടെ മുന്നൊരുക്കങ്ങൾക്കായി പ്ലാസ്റ്റിക് ഷീറ്റുകൾ വാങ്ങുന്നവരുടെ എണ്ണം നഗരത്തിൽ വർദ്ധിച്ചു. മുറ്റത്തും ചായ്പിലുമെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റുകൾ കെട്ടുന്നതിനായി മേൽത്തരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിപണിയിലെത്തിക്കഴിഞ്ഞു. കുടിലുകൾക്കും ചായ്പുകൾക്കും പ്ലാസ്റ്റിക് മേയുന്നതിനായി വലിയ ഷീറ്റുകൾ വാങ്ങുന്നവരും ഏറെയാണ്. വിവിധതരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിപണിയിലെത്തി തുടങ്ങിയിട്ടുണ്ട്. 300 മുതൽ മുകളിലോട്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റിന് വില ഈടാക്കുന്നത്. തെരുവോരങ്ങളിലും പ്ലാസ്റ്റിക് ഷീറ്റുകളുടെ വിൽപ്പന സജീവമാണ്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. വേനൽ മഴയ്ക്കിടെയുണ്ടായ ശക്തമായ കാറ്റിൽ 250ഓളം കുലച്ചവാഴകൾ നശിച്ചു. പൈക്ക ബാലടുക്കയിലെ ഗോപാലൻ എന്ന കർഷകന്റെ കൃഷിയിടങ്ങളാണ് വ്യാപകമായി നശിച്ചത്. നേന്ത്രവാഴ കൃഷിയിൽ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തി നല്ല രീതിയിൽ വിളവെടുക്കുന്ന പൈക്കയിലെ ബാലടുക്ക സ്വദേശിയായ ഗോപാലന്റെ വാഴകളാണ് ശക്തമായ കാറ്റിൽ പൂർണ്ണമായും ഒടിഞ്ഞു വീണ് നശിച്ചത്. വിളവെടുക്കാൻ ഇനി 2 മാസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷവും ഇദ്ദേഹത്തിന്റെ നിരവധി കൃഷിയിടങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പഞ്ചായത്തിലും കൃഷിഭവനിലും വില്ലേജ് ഓഫീസിലുമൊക്കെ നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകിയിരുന്നു. അന്ന് ഏകദേശം 1,68,000 രൂപയുടെ നഷ്ടമായിരുന്നു സംഭവിച്ചത്. നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപയോളം ലഭിച്ചിരുന്നു. ഇപ്പോൾ നശിച്ചുപോയ കൃഷിയിടങ്ങൾ പഞ്ചായത്ത് അധികൃതർ മെയ് 15-ാം തീയതി വന്ന് കണ്ടിരുന്നു. 80,000 രൂപയോളം നഷ്ടമാണ് ഇതുമൂലമുണ്ടായിരിക്കുന്നതെന്ന് ഗോപാലൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം തെങ്ങുകളും മറ്റു കൃഷിയിടങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. 250ഓളം വാഴകളാണ് വേനൽ മഴയിൽ ഉണ്ടായ ശക്തമായ കാറ്റിൽ കടപുഴകി വീണത്. SLC പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. നീലേശ്വരം അച്ചാംതുരുത്തിയിലെ യൂത്ത് നാഷണൽ തിയേറ്റേഴ്സ് ആണ് ഗ്രാമത്തിലെ മുഴുവൻ SLC വിജയികളെയും അനുമോദിച്ചത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ വിജയം കൈവരിച്ച അച്ചാംതുരുത്തിയിലെ മുഴുവൻ കുട്ടികൾക്കുമാണ് അച്ചാംതുരുത്തി യൂത്ത് നാഷണൽ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത്. വിജയശതമാനം ഉയർത്തുന്നതിനായി പരീക്ഷ എഴുതിയ കാടങ്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾക്കായി നാഷണൽ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വായനക്കളരിയും സംഘടിപ്പിച്ചിരുന്നു. സ്വീകരണ യോഗം TV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് നാഷണൽ തിയേറ്റേഴ്സിന്റെ പഠനക്കളരി ഇവിടെ 13 വിദ്യാർത്ഥികളാണ് പഠനക്കളരി പങ്കെടുത്തത്. ഈ വിദ്യാർത്ഥികൾക്ക് ക്ലബംഗങ്ങളുടെ സഹകരണം അതുപോലെ തന്നെ സ്കൂളിലെ PTA കമ്മിറ്റി അധ്യാപകരും എന്നും ഇവിടെ വന്നിട്ട് വേണ്ടുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും കാര്യം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ദിവസേനയുള്ള കാര്യങ്ങൾ ഇടപെടുന്നതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് രശ്മി, സുനിത, ജയരാജ മാസ്റ്റർ, അതുപോലെ എന്തെങ്കിലും ശ്രീനിവാസ മാസ്റ്റർ, പിന്നെ ക്ലബിൻ്റെ അംഗങ്ങളും ഭാരവാഹികളും നാട്ടുകാരും. അതുപോലെ PV തമ്പാൻ അധ്യക്ഷനായി. KV കൃഷ്ണൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. M ഭാസ്കരൻ സ്വാഗതവും OV രാജൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. തോൽവി ഉറപ്പിച്ച UDF ജില്ലയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതായി LDF നേതാക്കൾ. കാഞ്ഞങ്ങാട് നഗരത്തിലെ പാർശ്വ റോഡുകളിൽ മാലിന്യ നിക്ഷേപം പെരുകി. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ മാർഗങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമായി. കാഞ്ഞങ്ങാട് നഗരത്തിലെ മാലിന്യം നീക്കേണ്ട ട്രാക്ടറിന് മതിൽക്കെട്ടിനകത്ത് സുഖവാസം. തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും നടപടിയില്ലെന്ന് ആക്ഷേപം. മഞ്ചേശ്വരം ബോൾനാടുകുട്ടു മണറായ ദേവസ്ഥാനത്ത് വൻ കവർച്ച. നഷ്ടമായത് ലക്ഷക്കണക്കിന് സ്വർണ്ണാഭരണങ്ങൾ. നഗരത്തിലെ തണൽ മരങ്ങൾ നശിപ്പിച്ചവർക്കെതിരെ പ്രതിഷേധം. ഗാന്ധി പീസ് പാർക്കിൽ ചിത്രകാരന്മാരുടെ പ്രതിഷേധ കൂട്ടായ്മ. അർബുദരോഗ ചികിത്സയിൽ കഴിയുന്ന രാധയ്ക്ക് ചികിത്സാ സഹായവുമായി മേലാങ്കോട്ട് ഗുളികൻ ദേവസ്ഥാനം ഭാരവാഹികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.